നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യനിലയിലെ ബുദ്ധിമുട്ടുകൾ കാരണം കഴിഞ്ഞ ദിവസത്തെ പൊതുപരിപാടികൾ ഒഴിവാക്കി. ഫ്രാൻസിസ് പാപ്പയ്ക്ക് നേരിയ പനി അനുഭവപ്പെട്ടതിനാൽ ലക്സംബർഗിലേക്കും ബെൽജിയത്തിലേക്കും അടുത്ത ദിവസങ്ങളിലെ യാത്രയിൽ മുൻകരുതലെന്ന നിലയിലാണ് കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഒഴിവാക്കിയതെന്ന് വത്തിക്കാൻ വാർത്താ കാര്യാലയം അറിയിച്ചു. തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കും ഓഷ്യാനയിലേക്കുമുള്ള യാത്ര കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കു ശേഷമാണ് അടുത്ത യാത്രയ്ക്ക് പാപ്പ ഒരുങ്ങുന്നത്. സെപ്റ്റംബർ 26 മുതൽ 29 വരെയാണ് ലക്സംബർഗിലേക്കും ബെൽജിയത്തിലേക്കുമുള്ള ഫ്രാൻസിസ് പാപ്പയുടെ 46ാമത് അപ്പസ്തോലിക യാത്ര. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയിലെ വുമൻസ് ഫോറം വാർഷിക സമ്മേളനം തായ്ബൂസ ബെർമിംഗ്ഹാമിലെ ബെതേൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു. രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നും മിഷനുകളിൽ നിന്നുമായി 1500ഓളം വനിതകൾ പങ്കെടുത്തു. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ സാന്നിധ്യത്തിൽ വനിതാ ഫോറം പ്രസിഡന്റ് ട്വിങ്കിൾ റൈസൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. തിരുസഭ അതിന്റെ ആരംഭം മുതൽ ഈ കാലഘട്ടം വരെ വിശ്വാസവും പരസ്നേഹവും നിറഞ്ഞ സ്ത്രീകളുടെ സമർപ്പണത്തിലൂടെയും സഹകരണത്തിലൂടെയുമാണ് നിർമ്മിക്കപ്പെട്ടതെന്നും ദൈവരാജ്യത്തിന്റെ വളർച്ചയിൽ പുരുഷനൊപ്പമോ ഒരുപക്ഷെ പുരുഷനേക്കാളോ അനുകമ്പാർദ്രമായ സ്നേഹത്തോടെ സംഭാവനകൾ നൽകിയത് സ്ത്രീകളാണെന്നും മേജർ ആർച്ച് ബിഷപ്പ് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. റഷ്യൻ തടങ്കലിൽ കഴിഞ്ഞ 2 യുക്രൈൻ വൈദികരുടെ സ്വാതന്ത്ര്യത്തിനായി ഓംബുഡ്സ്ലേഡി നടത്തിയ പരിശ്രമങ്ങൾക്ക് കർദിനാൾ പരോളിൻ നന്ദി പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതിനെക്കുറിച്ചും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇതേ ദിവസം ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിലും സംസാരിച്ചിരുന്നു. സെപ്റ്റംബർ 24-ന് നിക്കാരാഗ്വയിലെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര പ്രാർത്ഥനാ ദിനമായി ആചരിച്ചു. ലാറ്റിൻ അമേരിക്കൻ എപ്പിസ്കോപ്പൽ കൗൺസിലും ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ റിലീജിയൻസ് കോൺഫെഡറേഷനും ചേർന്നാണ് ഈ പ്രാർത്ഥനാ ദിനത്തിന് ആഹ്വാനം ചെയ്തത്. കൊളംബിയ, പനാമ, ഇക്വഡോർ, പെറു എന്നിവിടങ്ങളിൽ വൈകുന്നേരം 6 മണി മുതൽ നിക്കാരാഗ്വയിലെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. നിക്കാരാഗ്വയിലെ പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടേഗയുടെ ഭാര്യയും വൈസ് പ്രസിഡന്റുമായ റൊസാരിയോ മുറില്ലോയുടെയും ഏകാധിപത്യ ഭരണകൂടം കത്തോലിക്ക സഭയെ പീഡിപ്പിക്കുകയാണ്. നിരവധി വൈദികരെയും ബിഷപ്പുമാരെയും നാടുകടത്തുകയും സന്യാസാശ്രമങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്തു. ഇതിനു പുറമെ കത്തോലിക്ക സഭയ്ക്കെതിരെ സ്വേച്ഛാധിപത്യത്തിന്റെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യരുടെ ഉന്നമനത്തിനും സമൂഹത്തിന്റെ വളർച്ചയ്ക്കും ശാസ്ത്രലോകത്തിന് ഇനിയും ധാരാളം സംഭാവനകൾ നൽകുവാൻ സാധിക്കട്ടെയെന്ന് ഫ്രാൻസിസ് പാപ്പ പൊന്തിഫിക്കൽ ശാസ്ത്ര വിദ്യാപീഠത്തിലെ സമഗ്ര സമ്മേളനത്തിൽ അംഗങ്ങൾക്ക് സന്ദേശം നൽകവെയാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. ഇത്തവണത്തെ സമ്മേളനം മുഴുവൻ ഭൗമ വ്യവസ്ഥിതിയിലെയും മാറ്റങ്ങൾ കണക്കിലെടുത്ത് അതിനു പുറത്തേക്ക് നോക്കുവാനുള്ള ആശയം ഉൾക്കൊള്ളുന്ന ആന്ത്രോപ്രോസിൻ എന്ന ഗ്രീക്ക് പദവും നിർമ്മിത ബുദ്ധി എന്ന ആശയവുമാണ് ചർച്ചകൾക്കുള്ള വിഷയങ്ങളായി എടുത്തിരിക്കുന്നത്. ഇതോടുകൂടി ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.